ഓണം സ്പെഷ്യലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് തുണിയും ഈ ചെക്കും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ട്. വി മോഡലാണ്. ഫ്രണ്ട് നമ്മൾ ആലിയ കട്ട് എടുക്കുന്ന പോലെ തന്നെ തിരിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. തിരിച്ച് കട്ട് ചെയ്യാം ഈ താഴേക്ക്. അതായത് സൈസ് ഞാൻ എടുത്തേക്കുന്നത് ബാക്ക് സാധാരണ മോഡൽ തന്നെയാണ്. ഫ്രണ്ടാണ് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ സൈസ് ഞാൻ എടുക്കുന്നത് 40 സൈസാണ്. ഇതിൻ്റെ ഷോൾഡർ എടുത്തേക്കുന്നത് 7.5 അതുപോലെ തന്നെ ഈ പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആംപോൾ എടുത്തേക്കുന്നതും 7.5 തന്നെയാണ്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇറക്കത്തില്ല. വി നെക്കാണ് എടുക്കുന്നത്. ഇതും വി പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എടുക്കേണ്ടത് ചെക്കിലാണ് എടുക്കേണ്ടത്. ഇത് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പ്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഈ പീസ് ഇത് നമ്മൾ ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പീസ് ഇവിടെ വേണ്ട. അപ്പോൾ നമ്മൾ അത് കുറച്ചുകൊണ്ട് വേണം. ഞാനൊരു ബ്ലൂവിൽ മാർക്ക് ചെയ്താലേ പറ്റുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഞാൻ ചുമ്മാതെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ആംബോളിൻ്റെ ആണ്. ഇവിടെ നമുക്ക് അധികം ചുരുക്കില്ലല്ലോ. ഇത്രയും മാത്രമല്ലേ പ്ലേറ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ നൂല് വലിച്ച് നമ്മൾ ഈ അളവിൽ തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക. എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പീസ് നമുക്ക് അടുത്തത് നമ്മൾ എടുക്കുന്നത് ചെക്കിലാണ്. ഈ പീസ് എടുക്കുന്നത് ഞാൻ ചെക്കിലാണ് കേട്ടോ. ഇത് ഇങ്ങനെ എടുത്തിട്ട് നൂല് വലിച്ച് അത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് തുണി നഷ്ടമാകും. നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ. ഇപ്പം നൂല് വലിച്ചെടുക്കാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള, എപ്പോഴും നമ്മൾ അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ നൂല് വലിച്ചെടുക്കും. ഈ പീസ് നമുക്ക് അധികമുള്ള മാറ്റി കൊടുക്കുക. നൂല് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് ഇട്ട് ഇനി ചെയ്തു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ചെക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ കൊടുത്തിട്ട് ചെയ്യാം, അല്ലെ ബാക്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളിത് എടുക്കുമ്പോൾ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടും എടുക്കാൻ പറ്റും. തുമ്പിട്ടിട്ട് ഇത് ഇവിടെ മാത്രം തയ്യൽ തുമ്പിട്ടാൽ മതി. പീസ് ഓക്കെ. സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഓരോന്ന് വെച്ച് കറക്റ്റ് ചെയ്ത് വേണം തയ്ക്കാൻ കേട്ടോ. ആദ്യം ഇത് ലൈനിങ് ഇട്ട് ഇതടിക്കുക. വേണമെങ്കിൽ കഴുത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മതി അതുമായിട്ട് ജോയിൻ ചെയ്യൽ. ഓക്കെ. പിന്നെ നമുക്ക് ഓരോന്ന് തയ്ച്ചിട്ട് നോക്കാം. ഇത് തയ്ച്ച് കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിക്കുക അതെങ്ങനെ ഉണ്ടെന്ന്. പ്ലേറ്റ് ഇട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഓക്കെ, ബൈ. ഇനി വീണ്ടും കാണാം.